let us expand the binomial 2x plus 3y to the power 5 by using Pascal's triangle. So, ഇവിടെ ഇൻഡെക്സ് 5 ആണ്. പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ എക്സ്പാൻഷൻ എഴുതുന്നത്. സോ വാട്ട് ഇസ് പാസ്കൽസ് ട്രയാങ്കിൾ? 1 1 1 ഓക്കെ 1 2 1. എപ്പോഴും എന്ത് ചെയ്യണം? 1 is present at the beginning and at the end of each row. Okay. So next 1 3 3 1 1 4 6 4 1. ഇത് ഇൻഡെക്സ് 0 ഇൻഡെക്സ് 1 ഇൻഡെക്സ് 2 ഇൻഡെക്സ് 3 ഇൻഡെക്സ് 4 നമുക്ക് ഇൻഡെക്സ് 5 വരെയാണ് വേണ്ടത്. 5 വരുമ്പോൾ 1 5 10 10 5 അവസാനം 1. സോ ഈ നമ്പേഴ്സ് ആണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. ഓക്കെ. സോ വി ഹാവ് ദ ബൈ യൂസിങ് പാസ്കൽസ് ട്രയാങ്കിൾ the row 4 index 5 is 1 5 10 10 5 1. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട. നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ 2x പ്ലസ് 3y ടു ദ പവർ 5ന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതുക. So here we have the quantities. First quantity 2x, second quantity 3y. So നമുക്ക് അറിയാം coefficients ആണ് നമുക്ക് അറിയുന്നത് 1 5 10 10 5 1. എക്സ്പാൻഷനിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ പവേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരണം, സെക്കൻഡ് ക്വാണ്ടിറ്റിയുടെ പവർ കൂടി കൂടി വരണം. ആദ്യത്തെ ടേമിൽ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1 into എന്ന് എഴുതണ്ട. Just write the first quantity, that is 2x. ആ സെയിം ഇൻഡെക്സ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടേമിൽ ഉണ്ടാവും. പ്ലസ് കോഎഫിഷ്യന്റ് 5 ഇൻറ്റു ഫസ്റ്റ് ക്വാണ്ടിറ്റി 2x, അതിൻ്റെ പവർ 4. കുറഞ്ഞാണ് ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ പവർ വരിക. രണ്ടാമത്തെ ക്വാണ്ടിറ്റി 3y, അതിൻ്റെ പവർ ഇവിടെ 0. സോ ഇവിടെ എന്തായിരിക്കണം? 1. ഓക്കെ. പ്ലസ് നെക്സ്റ്റ് കോഎഫിഷ്യന്റ് 10, ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ പവർ 3 വരും, സെക്കൻഡ് ക്വാണ്ടിറ്റിയുടെ പവർ 2 വരും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നോക്കാൻ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. വേരിയബിൾസിന്റെ ഇൻഡെക്സിന്റെ സമ്മ് കൂട്ടുമ്പോൾ തന്നിരിക്കുന്ന ഇൻഡെക്സ് തന്നെയായിരിക്കണം. ഇവിടെ 5 4 + 1 5 3 + 2 5. ഓക്കെ. പ്ലസ് നെക്സ്റ്റ് കോഎഫിഷ്യന്റ് 10, ഫസ്റ്റ് ക്വാണ്ടിറ്റി 2xന്റെ പവർ 2 ആകും, 3y സെക്കൻഡ് ക്വാണ്ടിറ്റിയുടെ പവർ 3 വരും. പ്ലസ് നെക്സ്റ്റ് കോഎഫിഷ്യന്റ് 5, ഫസ്റ്റ് ക്വാണ്ടിറ്റി 2xന്റെ പവർ 1 വരും. നോക്കൂ 5 4 3 2 1. ഓക്കെ. സെക്കൻഡ് ക്വാണ്ടിറ്റി 3yയുടെ പവർ ഇവിടെ 0 ആയിരുന്നു. 1 2 3 നെക്സ്റ്റ് ഈ ടേമിൽ 4 ആയിരിക്കും. പ്ലസ് ലാസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1 എഴുതണമെന്നില്ല. അവിടെ ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ പവർ 0 ആണ് വരിക. സോ ഏത് നമ്പറിന്റെയും ഏത് വേരിയബിളിന്റെയും പവർ 0 ആയാൽ വാല്യൂ 1 ആണ്. സോ അതും എഴുതണമെന്നില്ല. സെക്കൻഡ് ക്വാണ്ടിറ്റി 3y, അതിന്റെ പവർ 5 വരും. ഇവിടെ നിർത്തിയാൽ പോരാ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം നമുക്ക്. സോ വി ഹാവ് 2x പ്ലസ് 3y ടു ദ പവർ 5 ഇസ് ഈക്വൽ ടു, ആദ്യത്തെ ടേം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x ടു ദ പവർ 5 എന്ന് വരുമ്പോൾ 2ന്റെ പവറും 5 എടുക്കണം, എക്സിന്റെ പവറും 5 എടുക്കണം. ബിക്കോസ് വി ഹാവ് സ്റ്റഡീഡ് ab ടു ദ പവർ m ഇസ് ഈക്വൽ ടു a റേസ് ടു m b റേസ് ടു m. ഈ ഒരു റൂൾ ഓഫ് എക്സ്പൊണന്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ വി ഹാവ് 2 റേസ് ടു 5 x റേസ് ടു 5 പ്ലസ് ഹിയർ വി ഹാവ് 5 ഇൻറ്റു 2 റേസ് ടു 4 x റേസ് ടു 4 ഇൻറ്റു 3y ടു ദ പവർ 1 എന്താണ്? 3y തന്നെയാണ്. പ്ലസ് 10 into 2 cube x cube into 3 square y square. 3y the whole square എന്നാണ്. 3ന്റെ സ്ക്വയറും കാണും, yയുടെ സ്ക്വയറും കാണും. സോ നമുക്ക് ഓൾറെഡി 3y the whole square is 9y square എന്നറിയാം. സോ നമുക്ക് 9y square എന്ന് എഴുതാം. പ്ലസ് 10 into
2x the whole square is 2 into square കാണണം, x into square കാണണം. 2 into square 4 ആണ്, x into square x square ആണ്. So we have 4x square into 3y the whole cube. So that is 3 cube y cube plus 5 into 2x to the power 1 2x ആണ് into 3y to the power 4 3 to the power 4 y to the power 4 plus 3y to the power 5 3 raised to 5 y raised to 5. Okay, now 2 raised to 5. What is 2 raised to 5? What's the meaning of 2 raised to 5? Multiplying 2 5 times. So 2 നെ 5 times multiply ചെയ്യുമ്പോൾ നമുക്ക് 32 എന്ന് കിട്ടും. So we have 32x raised to 5 plus ഇവിടെ 5 into 2 to the power 4. 2 4 times multiply ചെയ്യുമ്പോൾ we get 16. So 16x raised to 4 into 3y plus 10 into അടുത്ത ടേം നോക്കി എഴുതണം. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ആകെയുള്ളൊരു ഡിഫിക്കൽട്ടി. വളരെ കെയർഫുൾ ആയിട്ട് വേണം ആൻസർ എഴുതാൻ. ഏതെങ്കിലും ഒരു ടേം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, സോ 2 ക്യൂബ് 8 ഓർഡറിൽ തന്നെ ചെയ്യാം. എക്സ് ക്യൂബ് ഇൻറ്റു 9y സ്ക്വയർ. ഓക്കെ, പ്ലസ് 10 ഇൻറ്റു 4x സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്. 3നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 27 എന്ന് കിട്ടും. സോ 27y ക്യൂബ് പ്ലസ് 5 ഇൻറ്റു 2x ഇൻറ്റു 3 raised to 4. 3നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ഇൻറ്റു അതൊന്ന് മാറ്റി ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. സോ 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 9 81 എന്ന് കിട്ടും. So we have 81y raised to 4 plus 3 raised to 5. 3നെ 5 times multiply ചെയ്യുമ്പോൾ നമുക്ക് 243 എന്ന് കിട്ടും. So 243y raised to 5. Okay, that's equal to final answer എഴുതുകയാണ് 32x raised to 5 plus ഇവിടെ ഈ ടേമിലെ നമ്പേഴ്സ് ആദ്യം മൾട്ടിപ്ലൈ കോഎഫിഷ്യൻസ്. ഓക്കെ, സോ 5 into 16 into 3. 5 into 16 into 3 ചെയ്യുമ്പോൾ നമുക്ക് 240 എന്ന് കിട്ടും. സോ 240, then the variables x raised to 4y. Okay, plus 10 into 8 into 9. 10 into 8 80, 80 into 9 720 എന്ന് വരും. 720 x cube y square പ്ലസ് നമുക്ക് ആകെ കോഎഫിഷ്യന്റെ കാര്യം മാത്രമേ അറിയാനുള്ളൂ. വേരിയബിൾസും അതിന്റെ പവേഴ്സും എന്താണെന്ന് റൂൾ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് ടേമിലേക്ക് പോവാം. 10 into 4 40, 40 into 27. 14 27 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 1080. സോ 1080 x square y cube പ്ലസ് 5 into 2 10, 10 into 81 നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8 10 x y raised to 4. The last term 243y raised to 5 is the expansion of 2x plus 3y to the power 5 by using Pascal's triangle. Now suppose you want to find the expansion of 2x plus 3y to the power 12 by using Pascal's triangle. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് വി ആർ required to find the row for index 12 അല്ലേ. അപ്പോൾ നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ ആ 12 ഇൻഡെക്സ് വരുന്നത് വരെ എഴുതി ആ 13 ടേംസിന്റെ കോഎഫിഷ്യന്റ് എഴുതി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ അതൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രോസസ് as you observe will become more difficult. Okay, if you need expansions involving still large powers. Okay, so we try to find a rule that will help us to find the expansion of the binomial for any power without writing all the rows of the Pascal's triangle. Okay, അപ്പോൾ നമുക്ക് എല്ലാ പാസ്കൽസ് ട്രയാങ്കിളിലെ എല്ലാ റോസും എഴുതി. അപ്പോൾ 12 ഇൻഡെക്സ് വന്നിട്ടുണ്ടെങ്കിൽ 1 മുതൽ 11 വരെയുള്ള ഇൻഡീസസിന്റെ പാസ്കൽസ് ട്രയാങ്കിൾ എഴുതിയിട്ട് വേണം നമുക്ക് 12th ഇൻഡെക്സിൽ വരുന്ന റോസ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. സോ ആ ഒരു പ്രോസസ്സ് നമുക്ക് എന്തായാലും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. സോ അതിനു വേണ്ടി നമ്മളൊരു പുതിയൊരു റൂള് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ റൂള് നമ്മൾ ഈ 12 റോസും എഴുതാതെ തന്നെ ആൻസറിലേക്ക് കോഎഫിഷ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിതൗട്ട് റൈറ്റിംഗ് all the rows of Pascal's triangle
can write the row of the desired index. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് കോമ്പിനേഷൻസിൽ നമ്മൾ പഠിച്ച കുറച്ച് റിസൾട്ട് നമ്മളിവിടെ ഓർക്കാനുണ്ട്. എൻ സി 0യും എൻ സി എന്നും 1 ആണ്. ആൻഡ് എൻ സി ആർ ഇസ് ഈക്വൽ ടു n factorial by r factorial into n minus r factorial. ഈ 3 റൂൾസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ പാസ്കൽസ് ട്രയാങ്കിളിനെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യണം.